രൂപയായും പൈസയുമായൊക്കെ ഓരോ ദിവസവും ഇന്ധനത്തിന് വില കൂടി വരികയാണ്. തുടക്കത്തിൽ 3 രൂപ കൂടി, പിന്നെ അങ്ങോട്ട് പൈസയാണ് കൂടി വരുന്നത്. ഇന്ന് പെട്രോളിന് ഏതാണ്ട് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചത്. 10 ദിവസത്തിനിടെ 3-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാരെ കൊള്ളയടിക്കുകയാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ രംഗത്തെത്തി. ആഗോളതലത്തിൽ കൂടുന്ന അത്ര ഇവിടെ കൂട്ടുന്നില്ല എന്ന വിചിത്ര ന്യായീകരണവുമായി കേന്ദ്രം രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായി ജനങ്ങൾ എന്തു പറയുന്നു, അവരെന്തൊക്കെ അനുഭവിക്കുന്നു, ഇനി അവരെന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നുവെന്ന് വിശദമായി അജു കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരും. ഒരു വീട്ടിൽ ഒരു ഇരുചക്ര വാഹനം അല്ലെങ്കിൽ ഒരു കാറ് എല്ലാ വീടുകളിലും അത് കാണാൻ കഴിയും. പക്ഷേ ഇന്ധനവിലയെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ധനത്തിന്റെ വില 110 മുകളിൽ കടന്നിരിക്കുകയാണ്. അതായത് സെഞ്ചുറിക്ക് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ധനവില. ആ ഇന്ധനവില കൂടിയതിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അവർ പറയുന്ന വാദം ഇതാണ്: 10 ദിവസത്തിനിടെ 3 തവണകളായി ഇതിനോടകം 5 രൂപയാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത്. ഇന്ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും കൂടി. ഇതോടെ കൊച്ചിയിൽ ഡീസലിന് 99.59 പൈസയും പെട്രോളിന് 110.67 പൈസയുമായി. കോഴിക്കോട് 110 രൂപ 97 പൈസയാണ് പെട്രോളിന്റെ വില. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20 മുതൽ 90% വരെ വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചതെന്ന ന്യായീകരണവുമായാണ് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രയാസമാണ്, വളരെ കഷ്ടപ്പാടാണ്. ഇത് മീൻ വിറ്റിട്ട് നമ്മൾ ജീവിക്കണ്ടേ? നമുക്കെല്ലാം പെട്രോളിനും ഡീസലില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അന്നത്തെ ജീവിതം തന്നെ ആ മാർഗത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം വളരെ പ്രയാസങ്ങളാണ്. കടുത്ത നഷ്ടം സഹിച്ച 76 ദിവസം ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. 3 തവണകളായി 5 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് വർധന ഉണ്ടായതെന്ന് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു. 76 ദിവസം കനത്ത നഷ്ടം എണ്ണ കമ്പനികൾ സഹിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ഇവിടെ ഉയരുന്നുള്ളൂ: അതിന്റെ പാപഭാരം ചുമക്കേണ്ടത് പൊതുജനമാണോ? പെട്രോൾ വില കൂടുന്നത് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമെന്ന ആശങ്കയുമുണ്ട്. പെട്രോളിന് വില കൂടി എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അതന്നെ, ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഈ കുറേയായിരിക്കില്ലേ. ദിനംപ്രതി വില കൂടുമ്പോൾ സാധാരണക്കാരൻ എന്ത് ചെയ്യുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. 800 രൂപ മിനിമം വേതനം ലഭിക്കുന്ന ഒരു സാധാരണക്കാരൻ വാഹനം നിത്യേന ഉപയോഗിച്ച് ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടമാകുന്നത് 110 രൂപയ്ക്ക് മുകളിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതും അവനെ ഇരുട്ടിലാക്കുന്നു. ഒരു കാര്യം മാത്രമാണ് ഭരണകൂടത്തോട് ആളുകൾക്ക് പറയാനുള്ളത്: പൊതുജനം കഴുതയല്ല. രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അജി കുഞ്ഞുമോനോട് ആ ചേട്ടൻ ചോദിച്ചതുപോലെ ഇത് കുറയുമായിരിക്കുമല്ലേ? അറിയില്ല ചേട്ടാ, കുറയാൻ സാധ്യതയില്ല. ഇന്നേവരെ ഇന്ത്യയിൽ വില കൂട്ടിയപ്പോഴൊന്നും പിന്നീട് അത് വില കുറച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറയാനുള്ള സാധ്യതയില്ല. ഇനി കുറച്ചു കാലത്തേക്ക് ഈ സംഖ്യയായിരിക്കും 1 ലിറ്റർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില. ആദ്യ ദിവസം 3 രൂപ കൂട്ടിയപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. പിന്നെ 80 പൈസ 70 പൈസ എന്ന കണക്ക് കൂട്ടുമ്പോൾ പൈസയല്ലേ കൂട്ടുന്നെന്ന കണക്കിൽ ആളുകൾ അത് ചിന്തിച്ചില്ല. അങ്ങനെ കൂട്ടി 5 രൂപയിലേറെയായി. എല്ലാവരുടെയും കുടുംബത്തിന്റെ ബഡ്ജറ്റിന് താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുന്നത് പെട്രോളിന് മാത്രമല്ല, അടിസ്ഥാനമായി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന എല്ലാവരുടെയും ഇൻകം കൂട്ടേണ്ടതുണ്ട്. പച്ചക്കറിക്ക് വില കൂടും, ഫ്രൂട്ട്സിന് വില കൂടും, അരിക്ക് വില കൂടും. അവസാനം മനുഷ്യൻ തിന്നുന്നതിനടക്കം വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ്. എന്തായാലും പെട്രോൾ വില കുറയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.